പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണെന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പരിശുദ്ധ കുർബാനയിൽ ഉള്ളത്. 12 പേരുടെ തിരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നടന്ന ഒരു കാര്യമെന്നാണ് നമ്മൾ ഇന്ന് ആത്മീയമായി ആഴത്തിൽ വായിക്കുമ്പോൾ ഈ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവചനം പറയുന്നു, ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ഒരു മലയിൽ ചെലവഴിച്ചു. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയിലൂടെ പിതാവിനോട് സംസാരിച്ചു. ദൈവ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈശോയിൽ ശക്തമായപ്പോൾ ഈശോ പിറ്റേ ദിവസം രാവിലെ താഴേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുന്നു. 12 പേരെ തിരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റിയോ എന്ന് യൂദാസിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാം. ഈശോയ്ക്ക് തെറ്റ് പറ്റിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈശോ യൂദാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവികമായ അറിവിൽ ഈശോ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ 3 വർഷത്തോളം അവനെ കൂടെ കൊണ്ടു നടക്കാൻ ഈശോ തീരുമാനിക്കുന്നു. 3 വർഷം കൂടെ കൊണ്ടു നടന്ന് താൻ ആരാണെന്ന് മനസ്സിലാക്കാനും ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതുവഴി അവൻ്റെ മനസ്സും അവൻ ചെയ്യാനിരിക്കുന്ന ദുഷ്ടത്തരങ്ങളും ഒക്കെ മാറ്റാനുള്ള ഒരു അവസരം അവന് കൊടുക്കാൻ ഈശോ തീരുമാനിച്ചതുകൊണ്ടാവാം ഈശോ അവനെ തിരഞ്ഞെടുത്തത്. പക്ഷേ അവൻ്റെ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും അതിൽ നിന്ന് മാറാൻ അവന് സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ വിധി അവൻ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനക്കുറവുണ്ടായി എന്നൊരു പക്ഷേ നമുക്ക് ആത്മീയമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഈശോ പറയുന്നു, 3 കാര്യങ്ങൾക്ക് വേണ്ടി ശിഷ്യന്മാരെ 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്നു. തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ അയക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നത്. ഈ 3 കാര്യങ്ങൾക്കായി ഈശോ 12 പേരെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും ഈ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ്. അതിലൊരു പടി കൂടി ചിന്തിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളുടെ ക്രമമാണ്. ആദ്യത്തേത് തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. ഈശോയോടുകൂടി ആയിരിക്കുന്നവർക്കാണ് രണ്ടാമത്തെ കാര്യം ചെയ്യാൻ അവകാശമുള്ളത്. അത് പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനാണ്. കൂടെ താമസിച്ചില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസംഗിക്കും, എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാന കാര്യം ചെയ്യുന്നവർക്ക് രണ്ടാമത്തെ കാര്യം ചെയ്യാം, പ്രസംഗിക്കാൻ അയക്കപ്പെടാം. ഈ രണ്ടാമത്തെ കാര്യം ചെയ്യുന്നവർക്കാണ് അടുത്ത കാര്യത്തിനുള്ള അവകാശമുള്ളത്, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അവകാശമുള്ളത്. ആദ്യ 2 കാര്യങ്ങളും ഇല്ലാതെ 3-ാമത്തെ കാര്യം മാത്രം എനിക്ക് ചെയ്യാൻ സാധിക്കണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായി ഈശോയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലാതെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. ആ പ്രസംഗമില്ലാതെ, ആ ദൈവികമായ പ്രഘോഷണമില്ലാതെ, ദൈവികമായ വാക്കുകൾ പറയുന്നില്ലാത്തിടത്ത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തിന്മയുടെ സ്വാധീനങ്ങൾ കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, നമുക്കതിനെ മാറ്റാൻ സാധിക്കാത്തത്, നമുക്കതിനെ ഒഴിവാക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മൾക്ക് ആദ്യ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ജീവിതം കൊണ്ട്, നമ്മുടെ നല്ല മനസ്സുകൊണ്ടൊക്കെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റണം. എങ്കിലേ ബാക്കി കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയില്ലാതെ, ആത്മീയ ജീവിതമില്ലാതെ, കൂദാശകളില്ലാതെ, സഭാജീവിതമില്ലാതെ, വിശുദ്ധ കുർബാനയില്ലാതെ, വിശുദ്ധ കുർബാനയുടെ സ്വീകരണമില്ലാതെ ജീവിക്കുന്നിടത്ത് നമുക്ക് എങ്ങനെ ഈശോയെ ജീവിതം കൊണ്ട് പ്രസംഗിക്കാൻ പറ്റും? നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കും? എന്ത് പ്രസംഗിക്കും? പ്രസംഗിക്കാൻ പറ്റാത്തിടത്ത്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നില്ലാത്തിടത്ത്, ദൈവത്തിൻ്റെ മാതൃക കാണിക്കപ്പെടുന്നില്ലാത്തിടത്ത് എന്ത് തിന്മയെ പുറത്താക്കലാണ് നമുക്ക് സാധിക്കുന്നത്? അപ്പം അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും 1 by 1 ആണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നത്. 1 ചെയ്യുന്നവർക്കാണ് രണ്ടാമത്തേത് ചെയ്യാൻ അവകാശം, രണ്ടാമത്തേത് ചെയ്യുന്നവർക്ക് 3-ാമത്തതിന് അധികാരമുള്ളൂ എന്നൊരു തിരിച്ചറിവാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും തിന്മയുടെ കാര്യങ്ങളെ ഞങ്ങൾക്ക് അകറ്റി നിർത്താൻ സാധിക്കാത്തതിന് കാരണം അങ്ങ് ഞങ്ങളോട് ഇന്നിവിടെ സൂചിപ്പിക്കുന്ന 1ഉം 2ഉം കാര്യങ്ങൾ അങ്ങയുടെ കൂടെ ആയിരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങയെക്കുറിച്ച്
പ്രസംഗിക്കാൻ പറ്റുകയും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയാത്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ അങ്ങയുടെ കൂടെ ആയിരിക്കാനും അങ്ങയെക്കുറിച്ച് ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രസംഗിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും തിന്മയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.